ഇതൊക്കെ ഓരോ മനുഷ്യരുടെ അപ്പോൾ തോന്നുന്ന വൈകാരികമായിട്ടുള്ള വിക്ഷോഭമായിട്ട് മനസ്സിലാക്കുന്നു. അതിനൊന്നും മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ തലവെച്ച് കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ മുതിർന്ന ചില നേതാക്കൾ കൂടി അതിന് തലവെച്ചു കൊടുത്തു എന്നതാണ് ഇത്രമേൽ ഇവരെ വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നത്. നാളെ അധികാരം മാറി വരുന്ന സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ് ഇന്ന് യുവജന പ്രസ്ഥാനങ്ങളിലും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എന്നുള്ളതും അവർ മറന്നു പോകരുത്. ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് ഇത്തരക്കാരോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങളൊരു ചാനലിനെതിരെയല്ല യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, അത് ഈ ചാനലിലൂടെ ഈ നമ്മളെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ എല്ലാവരെയും വളരെ വ്യക്തമായി വിലയിരുത്തുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഇന്നത്തെ പൊതുവേദിയിൽ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവതാരകൻ എന്നോട് പറഞ്ഞു, പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു അവതാരകൻ അല്ല. ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെ പുറത്ത് എന്നെ ഇഷ്ടപ്പെടാത്ത 100ഓളം ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അവർ എന്നോട് യോജിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാവും. ഞാൻ അവരുടെ ആ മനസാക്ഷിയാണ് ഞാൻ ആദരിക്കുന്നത്. അതല്ലാതെ ശാശ്വതമായ ഒരു ശത്രു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ആശയങ്ങളോടാണ് നമ്മൾ എപ്പോഴും പടവെട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വ്യക്തികളോട് ആരോടും ഒരു പ്രത്യേക വിരോധവുമില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിനോട് യുദ്ധം ചെയ്തു എന്നൊരു ഒരു പ്രതീതിയും എനിക്കില്ല. ഇനിയിപ്പോൾ ആന്റോ അഗസ്റ്റിൻ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വളരെ വ്യക്തമായി നിയമ നടപടിക്ക് പോയിട്ടുണ്ട്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്.